ഏലാതി തൈലത്തെ പറ്റിയും നാൽപ്പാമരാതി തൈലത്തെ പറ്റിയും കുങ്കുമാതി തൈലത്തെ പറ്റിയുള്ള എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പലരും വന്ന് ചോദിച്ചൊരു ചോദ്യമാണ് കനക തൈലത്തെ പറ്റി പറയാമോ എന്ന്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കനക തൈലത്തെ പറ്റിയാണ്. മുഖത്തെ കറുത്ത പാടുകൾ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ്, മൂക്കുരു വന്നു പോയതിനു ശേഷമുള്ള പാടുകൾ, ഇതൊക്കെ പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ പലപ്പോഴും കുങ്കുമായ തൈലത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും ഫലപ്രദമായ, എന്നാൽ അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതാണ് കനകതൈലം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കനകതൈലം, ഇതിലെ ചേരുവകളൊക്കെ എന്തൊക്കെയാണ്, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ഇതെങ്ങനെ ഉപയോഗിച്ചാലാണ് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുക എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആയുർവേദത്തിലെ വൈശുദ്ധ്യ രത്നാവലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ശുദ്രരോഗ അധികാരത്തിലാണ് ഈ കനകതൈലത്തെ പറ്റി വിശദീകരിക്കുന്നത്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ കനകം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം. സ്വർണം പോലെ തിളക്കമുള്ള ചർമ്മം നൽകാൻ സഹായിക്കുന്ന ഔഷധങ്ങൾ ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്ന ഇരട്ടിമര്, നമ്മളെ ചർമ്മത്തിന് നിറം നൽകാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു ഔഷധമാണ്. രണ്ടെന്ന് പറയുന്നത് മഞ്ചട്ടി അല്ലെങ്കിൽ മഞ്ചിഷ്ട. ഇത് രക്തം ശുദ്ധീകരിക്കാനും നമ്മളെ ചർമ്മത്തിലെ അനാവശ്യമായ പാടുകളൊക്കെ നീക്കാനും ഒക്കെ ഈ മഞ്ചട്ടി സഹായിക്കും. പിന്നെ ഇതിനകത്ത് രക്തചന്ദനമുണ്ട്, താമരവളയമുണ്ട്, നാഗപ്പൂവുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളെ ചർമ്മത്തിലേക്ക് ചൂട് കുറയ്ക്കാൻ, നമ്മളെ പിത്തത്തിനെ കുറയ്ക്കാനും മൃദുത്വം നൽകാനും ഒക്കെ ഇത് സഹായിക്കും. ഇനി വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പ്രിയങ്കമാണ്. നമ്മളെ ചർമ്മത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കമൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് ശുദ്ധമായ എള്ളെണ്ണയിൽ ചേർത്തിട്ട് എണ്ണ കാച്ചിയെടുക്കുന്നതിനാണ് കനകതൈലം എന്ന് പറയുന്നത്. കനകതൈലത്തിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് വ്യംഗം അല്ലെങ്കിൽ കരിമംഗല്യം അല്ലെങ്കിൽ മെലാസ്മ, നമ്മളുടെ മൂക്കിന്റെയും പിന്നെ വശങ്ങളിലും അല്ലെങ്കിൽ കവിളുകളിലൊക്കെ കാണുന്ന കരിമംഗല്യം മാറ്റാനായിട്ട് ഇത് വളരെ ഫലപ്രദമാണ്. രണ്ടെന്ന് പറയുന്നത് നമ്മളെ മുഖത്തൊക്കെ കാണുന്ന നിറവ്യത്യാസം അല്ലെങ്കിൽ നീരുക അല്ലെങ്കിൽ സ്കിൻ ഡിസ്കളറേഷൻ ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ കണ്ണിന് താഴെയുള്ള കറുപ്പ്, അതായത് കണ്ണിനടിയിലെ കറുത്ത പാടുകൾ, ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ തൈലം പതിവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മുഖക്കുരുവിന്റെ പാടുകൾ ഉറയ്ക്കാനും ഇത് സഹായിക്കും. കുരുക്കളൊക്കെ ഉണങ്ങിയതിന് ശേഷം ബാക്കിയാകുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ സ്കാർസ് ഒക്കെ മായ്ക്കാനായിട്ട് കനകതൈലത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. പിന്നെ ഇതിന് ആന്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. നമ്മളെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറ്റാനും ചർമ്മത്തിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഒക്കെ നൽകാനായിട്ടും ഇത് സഹായിക്കും. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ തൈലം ഉപയോഗിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന രീതി പിന്തുടരണം. ആദ്യം നമ്മളെ മുഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം. പൊടിയും എണ്ണമയോ ഒക്കെ ഇല്ലാത്ത ചർമ്മത്തിൽ മരുന്ന് നന്നായിട്ട് ഇറങ്ങി ചെല്ലത്തുള്ളൂ. നമ്മൾ പിന്നെ 3 തൊട്ട് 5 തുള്ളി കനകതൈലം നമ്മളെ കൈവെള്ളയിൽ എടുക്കുക. പിന്നെ പാടുകളുള്ള ഭാഗങ്ങളിൽ ഇത് പുരട്ടിയിട്ട് നമ്മൾ വിരലുകൾ കൊണ്ട് വളരെ മൃദുവായിട്ട് സർക്കുലാർ മോഷനിൽ ജെന്റിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാം. രാത്രി മുഴുവൻ ഇത് മുഖത്ത് വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് കഴുകി കളയുന്നതാണ് നല്ലത്. കാരണം ചിലർ രാത്രി കിടക്കുമ്പോൾ ഇത് മുഖത്ത് തന്നെ ഇട്ടിട്ട് കിടക്കുന്നവർക്ക് മുഖം കറുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഇത് കഴുകി കളയുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ കഴുകുമ്പം സോപ്പിന് പകരം ചെറുപയർ പൊടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം? അതായത് എണ്ണമയമുള്ള ചർമ്മം അല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക്, അമിതമായിട്ടുള്ള എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ 2 മുതൽ 3 തുള്ളി മാത്രം ഉപയോഗിക്കുക. ഒരു 15 മിനിറ്റ് മാത്രം ഇത് മുഖത്തിട്ടിട്ട് കഴുകി കളയുക. ഇനി ആക്റ്റീവ് ആയിട്ടുള്ള മുഖക്കുരുവുള്ള ആളുകൾക്ക്, മുഖത്ത് പഴുത്ത മുഖക്കുരുകൾ ഉള്ളപ്പം എണ്ണ ഉപയോഗിക്കുന്ന ഒഴിവാക്കുക. കുരുക്കൾ മാറിയതിന് ശേഷം പാടുകൾ കളയാൻ മാത്രമായിട്ട് ഇത് ഉപയോഗിക്കുക. ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ നമ്മളുടെ താടിയുടെയൊക്കെ താഴെയോ അല്പം പുരട്ടി നോക്കി പാച്ച് ടെസ്റ്റ്, അലർജി ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിൽ നിന്നും കൂടി നമ്മളെ ചർമ്മത്തിനെ സംരക്ഷിക്കണം. അമിതമായിട്ടുള്ള എരിവ്, പുളി, ഉപ്പ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. ഇത് പിത്തം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും. പിന്നെ വെയിലത്തിറങ്ങുമ്പം കൊടയോ സൺസ്ക്രീനോ ഒക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. തുടർച്ചയായിട്ട് 1-2 മാസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ള മാറ്റം കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപേണ ചോദിക്കാവുന്നതാണ്. ഇനി ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.